ഒരു സ്ഥലം വരെ പോണം വാ. കൊറേ തന്നെ ഇരുന്നാണെ കൊണ്ടച്ചി. നാളെ ഇതും കൂടി ഇതായിട്ട് വരും കേട്ടോ, മനസ്സിലായോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ അപ്പുക്കുട്ടൻ, ആയില്ല എന്നത്തേക്കാവും? ഞാൻ കണ്ടു, ഞാൻ പുറത്തുനിന്നെല്ലാം കണ്ടു. ഷമീം ബ്രോ, ഷമീം ബ്രോ, അല്ല എന്നത്തേക്കാവുന്നൊരു ഇത് പറയോ? എന്റെ ഒരു അല്ല പ്രതീക്ഷ. കേക്കുന്നില്ല, നിന്റെ സൗണ്ട് വിട്ടു പോണ്. എടാ നിക്കടാ ഒരു മിനിറ്റ്, ഇതൊന്ന് ചോദിച്ചോട്ടെ, ഇമ്പോർട്ടന്റ് കാര്യമാ. എന്നത്തേക്ക് വരുമെന്ന് പറയണം. ഒരാഴ്ച 1 വീക്ക് നോക്കട്ടെ. ഹലോ. ആ ഓക്കെ. എടാ നിങ്ങക്ക് പി എൽ ഉണ്ടോ? 15 പിങ്ങും ഉണ്ട്. ആ പങ്കുണ്ട്, പി എല്ലും ഉണ്ട്. സ്ഥലണ്ടാ വില്ലന്താസ് പ്രീ ബുക്ക്ഡ്. പിത്തൽ ശവകുടി അത് കണ്ടില്ല അണ്ണേ, പിത്തൽ തീരെ ഇത് കിട്ടി നമുക്ക്. പ്രീ ബുക്ക്ഡാ? ഓ വില്ലെന്താ ഉടനുണ്ട്. എടാ എന്തിനാ ചെയ്തു വെച്ചിരിക്കണേ? 3 ആള് പോയി. ഇനി നമ്മള് ചെയ്യണ്ടേ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അങ്ങേ അറ്റത്ത് ആ പൂച്ചക്ക് കൊടുക്കണേ. ആ അത് കൊടുക്കാം. അത് ഇപ്പുറത്ത് വില്ലെന്താസ്, അടുത്ത അപ്പുറത്ത് ഉടനുണ്ട്. അപ്പുറത്തായിരുന്നറിയാവ വില്ലംബ്രോ ഇത് കണ്ട് നാളെ തന്നെ കേറി കേട്ടാ. നാളെ തന്നെ വരുവേ. പിന്നല്ലാണ്ട് നാളെ കേറണ്ട്. ഇത് ആര്, നീ വേണതാണത്? പിന്നല്ലാണ്ട് വേറെ ആരും വേണേ? CNB വേണത്. അപ്പൊ ഉറപ്പായിട്ടും കണ്ണൻ നാളെ വീട്ടിൽ വരും. ഇതിന്റെ CNB പ്രൊഡക്ഷൻ. CNB പ്രൊഡക്ഷൻ അല്ലേ? CNB മാർബിൾസ്. ചന്ദ്രനും ബാബു ഉണ്ടല്ലേ? ഓ ഓക്കെ. അപ്പൊ നിങ്ങളേറ്റോണ ഞാനല്ലേ? ഒരാൾ ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് കൊട പിടിച്ചിരിക്കുന്നത്. എണ്ണീറ്റ് വണങ്ങടാ പുള്ളിയെ. നീക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളാ. കഷ്ടപ്പാടുകൾ എന്നൊക്കെ രക്ഷിച്ച ആളാ, അറിയാവോ? സത്യം. അണ്ണ വേറൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, പി അല്ലേ? പോയേ സിറ്റി കത്തി. എനിക്ക് ചന്ദ്രൻ പി എൽ അടിച്ചാൽ ഈ പുണ്ടച്ചി തോളൊന്നും ഇറങ്ങൂല. ഹലോ കേക്കോ നിനക്ക്? ചന്ദ്രൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ. റീസ്റ്റാർട്ട് വേണോടാ? ഇനി റീസ്റ്റാർട്ട് ചെയ്തിട്ട് ശരിയാവുള്ളൂ. പി എൽ 25 എന്നാ പറഞ്ഞേക്കോ എന്നൊരു കാര്യം പറഞ്ഞു. ഈ നമ്മുടെ പിത്തർജി ഇല്ലേ, പോണതിന് മുന്നേ പിത്തർജിയുടെ പൂച്ച കൊടുത്തിട്ട് പോയതാണ് ബ്രിജുവിന്. അതായത് പൂച്ചയുടെ കൊച്ചാണ് ഇവൻ. പിത്തർജിയുടെ പൂച്ചയുടെ കൊച്ചാണ് ബ്രിജു ആണല്ലേ? അപ്പൊ ഓർമ്മയിൽ ഒരാളെങ്കിലും ഉണ്ടാവല്ലോ. ഞാൻ ഇപ്പുറത്ത് പറയാൻ വന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിന്നിയണ്ണല്ലേ, അതിനു വേണ്ടിയാണ് ഈ ലെഫ്റ്റിലെ ശവകുടീരെ ഞാൻ ഒഴിച്ചിട്ടേക്കണേ. സൂൺ ഒരു മിനിറ്റ്. ഞാനിതൊന്ന് പിത്തൽജി വിളിച്ചത് കാണിച്ചു കൊടുത്തോട്ടെ. ഇതിവിടെ ഉണ്ടായിരുന്നാ? ചേട്ടനൊന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഓ അതിനായിരുന്നല്ലേ ചോദിച്ചു. അതാണ് എന്താ ചോദിച്ചത് എന്റെ അടുത്ത്. അല്ല പിങ് PL. അയ്യോ ഇപ്പൊ ചന്ദ്രന്റെ കുഞ്ഞമ്മക്ക് വിളി കേൾക്കുക കേട്ടാ. എടാ എടുക്കുന്നില്ല, പുള്ളി എടുക്കുന്നില്ല. 3 ബാക്കിയുണ്ടല്ലോ. എടാ പുള്ളി എടുക്കുന്നില്ലടാ. ഇത് പിത്തലിച്ച് എന്തോ മറ്റേ മനുഷ്യനും ഇത്ര വലിയ കല്ലറ. കുഞ്ഞമ്മയുടെ 2-3 ആൾക്ക് കിടക്കാം ഒരുമിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ. ഇത് ആർക്കുള്ള ചന്ദ്ര? ചന്ദ്രന് ഇഷ്ടപ്പെട്ടത് ഇല്ലല്ലാണ്, ഇത് എനിക്കുള്ളതാണ്. ഇത് നമ്മളെ ഇത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെയണ്ണൻ ഇപ്പൊ ഒരു വനാന്തരത്തിന് പോയിട്ടുള്ളതല്ലേ. നാളെ കരടി വല്ലതും കടിച്ചു കൊന്നാൽ ഞാൻ പറഞ്ഞത് ചിലപ്പോ അങ്ങനെ ഉണ്ടായേക്കാം. കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴേ
വല്ല തുണി അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കകത്ത് പ്രൂവ് ചെയ്യാനാണ് എന്റെ ഒരു നിഗമനം. ബഡി ഞാൻ ലൈവിലാണേ ബഡി, ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാവേ. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യണം. നമ്മള് മുമ്പേ മറ്റേ കാശ് എന്തോ? കൊടുത്തിട്ടാ പോയത് ചന്ദ്രന് അല്ലേ? എന്തോ കല്ലറ കിക്ക് 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 കിക്ക്. വെഞ്ചരിപ്പിക്കണം സംഭവം വെഞ്ചരിപ്പിക്കണം. ഓക്കെ ഓക്കെ. ഗാങ്സ്റ്റർ. എടാ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എന്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ച കുറച്ച് ടീംസ് ഉണ്ട്. അവന്മാർ എന്റെ ജീവിതത്തില് എനിക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കത്തില്ല. പക്ഷെ ന്യൂ ഇയർ ആവുന്നതിന് ഒരു 10-15 ദിവസം മുമ്പ് ന്യൂ ഇയറിന്റെ വെള്ളോടി പ്ലാൻ ചെയ്യാൻ ഞാൻ പഠിച്ചിറങ്ങിയതിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ വിളിക്കും. അവനെ ഇപ്പൊ വിളിച്ചത് ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച എന്റെ കൂട്ടുകാരൻ. അവൻ വിളിച്ചു. അവൻ വിളിക്കുമ്പോൾ ഞാൻ കലണ്ടർ നോക്കുന്ന പറയാം ആ ന്യൂ ഇയർ എത്തി, ക്രിസ്മസ് എത്തി. അവനവനെ വിളിച്ചത്. അവൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. പറഞ്ഞ് ആരെ കോളൊക്കെ ചെയ്തിട്ട് അടിക്കാൻ കൂട്ടുകാരനെത്തി. കോളൊക്കെ ചെയ്തപ്പോ കിട്ടിയെന്നാ പറഞ്ഞു. പറ പറ പറ. അണ്ണനല്ല ആഗ്രഹം ഉണ്ടായ ഏതെങ്കിലും വേണമെന്ന് കല്ലറെ പറ്റി നമുക്ക് ഇതേ വേണ്ട, ഇതേ വേണ്ട നമുക്ക്. എടാ ചിരിച്ചോണ്ട് നിൽക്കണ ചന്ദ്ര, പിള്ളേരെ മുമ്പ് വെച്ച് പിള്ളേരെ മുമ്പ് വെച്ച് എനിക്ക് പറയാൻ നടക്കാം. ഒന്ന് മാറിക്കോ നിങ്ങൾ രണ്ടുപേരും. നമുക്കൊന്നുമേ കല്ലറെ പറ്റി ആലോചിക്കുക പോലും വേണ്ട. എന്നെ നിന്നെയൊക്കെ ഏതെങ്കിലും ഗ്യാങ് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും വഴിയിലിട്ട് അവിടെ തന്നെ ദഹിപ്പിക്കും. നമുക്ക് കല്ലറ എന്തിനാ? ഇത് പുള്ളി ഒറ്റ വണ്ടി ഇടിച്ചു മരിച്ചു പോയതല്ലേ? പുള്ളിയുടെ അസ്ഥി കിട്ടി. നമുക്ക് അങ്ങനെ അതല്ല കഴിഞ്ഞ ദിവസം ഞാൻ ലോറി കൊണ്ട് ഇറക്കിയതാണ്, കണ്ടില്ലേ അത്? എടാ നമ്മൾ ഇവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ കത്തിക്കും. വഴി തന്നെ നമ്മുടെ ദഹനമൊക്കെ വല്ല ചാരം വല്ലതും കൊണ്ട് അടക്കാന്നല്ലാതെ. കാരണം എനിക്ക് സംശയം ഞാൻ മന്ദാരത്തിനെ പോലെ ഇമ്മോർട്ടൽ ആണോ എന്ന്. ഞാൻ ഇപ്പൊ ചാകുന്നില്ല സത്യം പറഞ്ഞ. എനിക്ക് മരണമില്ല. SRR വാറ ഞാൻ വെളിയിരുന്ന് POV ഉണ്ടായിരുന്നു കളിക്കാൻ പറ്റാഞ്ഞപ്പോഴേ. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെ ലാസ്റ്റത്തെ അത് കണ്ട ലാസ്റ്റത്തെ അത് ഞാൻ ബാബുവിന് കൊടുക്കും. ജീവിച്ചിരിപ്പെട്ടത് അറിയിക്കുക ഇടക്കൊക്കെ വരും കേട്ടാ. അവനെ അതാണ് അവൻ വരും. അതുകൊണ്ട് അവൻ എന്തായാലും വരും. അവൻ ചിലപ്പോ വന്നിട്ട് എന്നെ ചിലപ്പോ കുഴിച്ചിടും അതിനകത്ത്. അതാണ് എന്റെ പേടി. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് അടച്ചന്നെ. ഉറക്കത്തിലൊക്കെ സ്ഥാനമോഹികളുണ്ട് ഇവിടെ. കൊണ്ട് കുഴിച്ചങ്ങിടും. നിന്നെ നേരെ നീ പേടിച്ചാ മതി. ഞാൻ പറയട്ടെ, നീ ഉറങ്ങി കിടക്കുമ്പോ ബാബു വന്ന് നേരെ നിന്നെ ഈ സ്ലാബിലിട്ട് അടയ്ക്കും. സത്യല്ലേ? ഒരു സംശയമില്ല, അതല്ലേ പറഞ്ഞേ. അണ്ണാ ഇത് മറ്റേ ഇത് വില്ലൻദാസിനുള്ളൊരു ഇതാണ്. ഇപ്പൊ വില്ലൻദാസ് ലാസ്റ്റ് എവിടെയാണ് പോയത്? അറിഞ്ഞൂടാ. കഥയൊക്കെ ഉണ്ടാക്കും നമ്മള്. ക്യാരക്ടർ എന്റെ പിന്നെ പറയാൻ പറ്റില്ല അണ്ണാ. അണ്ണാ ഇപ്പഴേ പറയാം. ശവകുടീരത്തിന് കയറി പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. ഇത് ക്യാരക്ടറിന്റെ അതെ പിത്തർജി പോയി. പിത്തർജി ഇല്ല. നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റേ നമ്മുടെ സാബ്ഗുരു ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, നീ വരുന്നുണ്ടോ? അണ്ണം പോയി എനിക്ക് പോയി അങ്ങനെ 10-100 വണ്ടിയിൽ ഇടയ്ക്ക് സംസാരിക്കാം. ലാഗടിച്ച് അവിടെ നിന്നിട്ട് കണഞ്ഞ് PL കൂടി എപ്പൊ പോയാലും പുള്ളി എന്തെങ്കിലും വണ്ടിയും പൈസയൊക്കെ തരും. ഞാൻ പോയിട്ട് വരാം, ഞാൻ ഇവനെ കൊണ്ട് പോവാം. വരുന്നോ? വണ്ടി വണ്ടി കിട്ടി. അപ്പുകട്ട പറഞ്ഞ വണ്ടി കാര്യോട് പറഞ്ഞത്. അത് അപ്പുകട്ടന്. എടാ ഇതിനകത്ത് ചെരുപ്പിട്ട് കയറല ഇനി ആരും. ദൈവമേ ക്ഷമിക്കണം, ചെരുപ്പൂരി കയറണം കേട്ടോ എല്ലാരും. പിത്തൽജി ഉറങ്ങുന്ന സ്ഥലമാണ് ഇത്. അതെ ചേട്ടാ, ഇനി പലരും ഉറങ്ങാൻ പോണ സ്ഥലമാണ്. ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ലല്ലോ. ഇവിടെ വരുമ്പോ തന്നെ പിത്തൽജിയുടെ ഒരു മണവും പ്രസൻസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. തീർത്ഥത്തിന്റെ ഒരു മണം. നാറ്റുണ്ട്. അത് പൂച്ചയുടെ അപ്പിയുടെ മണം. അത് ചന്ദ്രൻ നേരത്തെ ചന്തിയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രന്റെ തന്നെ. ചെരുപ്പിടട്ടെ. എടാ എന്താ വാറ്റുകോക്കിന്റെ ബോഡി എവിടെന്നെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പേടിച്ചു ഒന്ന് അറേഞ്ച് ചെയ്യണേ പ്ലീസ്. ആ ബോഡി ഒന്ന്. അവൻ കായപ്പുറക്കിലൊരു എണ്ണ കമ്പനിയിലാണ് അവസാനം പോയത്. എണ്ണ കമ്പനിയില് ഒന്ന് ത്രൂ ഔട്ട് ചെക്ക് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഒന്ന് റീകൺഫേം ചെയ്ത് നോക്കാം നമുക്ക്. അതെ അത് വിട്ട് കളയാൻ പാടില്ല. അതായത് അവനൊരു വാറ്റിയിട്ട് അണ്ണാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നേരെ പോയണ്ണ, നേരെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വണ്ടി കൊണ്ടുപോയി എന്റെ ഏതോ കുണ്ണ. നമുക്ക്
നമുക്ക് 4 പേർക്ക് നമുക്ക് കൊമ്പനെ എടുത്താലോ? ആ കൊമ്പൻ ഏത് ഏ, വണ്ടി 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 ഇല്ലല്ല എന്റെ കൊമ്പനെ അറിഞ്ഞൂടെ? ആ കൊമ്പൻ എന്റെ തക്കലോട്ടിൽ വണ്ടി ആരാ എടുത്ത മതാരാ? വാർ ഗൈസ് വാർ ഇപ്പോഴൊന്നും അല്ല ഗൈസ് വാർ 12 മണിക്ക് എടാ ഉണ്ടോ ഇന്ന്? കൊണ്ടുണ്ട് 12 മണിക്ക്. 12 മണിക്ക് കൊണ്ടുവന്നേ ഇതാരും നമ്മുടെ വണ്ടിയല്ലേ ഈ പോണ്? അതെ അതെ അതെ. ഓ, ഞാൻ റേഡിയോയിൽ കേറിയില്ലല്ലേ? എന്റെ കടയിലൂടെ കൊണ്ടുപോയി. എന്റെ കടയിലൂടെ പെട്ടെന്നുണ്ട് വാസോണ്ടെ കാണിക്കാനാ അണ്ണാ. കേട്ടാ ഞാൻ എന്റെ കൊമ്പനെ എടുക്കട്ടെ. വരുന്ന കൊമ്പനെ ഞാൻ കണ്ണുകുത്തി 11:30 ആവാ. എടാ ചന്ദ്ര ഗ്രൂപ്പിൽ എത്ര പേര് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് ഫൈനൽ 15 ലിസ്റ്റ് ഇടാൻ വേണ്ടിട്ട് എനിക്ക്. ഓ ഇത് മറ്റേതല്ലേ? അണ്ണാ ഫോണാണോ വാസന? ഫോണാണോടാ? ഫോണാണ്. അയ്യേ നല്ലൊരു വണ്ടി അപ്പിയാക്കി. ഇതിന്റെ മുകളിൽ എന്തിനാണ് മറ്റേ തുണി അലക്കുന്ന ഈ സാധനം വെച്ചേക്കണേ? സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ചു നോക്കണേ. ഇതില് കേറാൻ പോലും പറ്റണില്ല. തിരിച്ചു അണ്ണത് ഓടിക്കാൻ വേണ്ടി ഓ, രണ്ട് സ്ഥലം വരുന്നുണ്ട്. നല്ല ഇതെന്താ ചന്ദ്ര അല്ലല്ല അത് ചോറ്റ് മാത്രം. പണിയുണ്ട് വണ്ടി കുറച്ച് പണിയുണ്ട് അണ്ണാ. ഓടിച്ചോക്ക് ഓരോ സാധനത്തെ ഇളക്കി വരുന്നു. അണ്ണാ. ഇനി വേറെ സാധനം കാണിച്ചേട്ടാ. അത് ഞാൻ ഇപ്പൊ ഇൻവെന്റ് ചെയ്തതാണ്. ഇത് സൈഡിലോട്ട് നോക്കിയേ. അണ്ണാ F6 അടിച്ചിട്ട് വണ്ടിയുടെ ബോണറ്റ് നോക്കിയേ. F6 അടിച്ചിട്ട് F6 അടിച്ചിട്ട് ബോണറ്റോ? ഇത് സ്ക്രാപ്പി എന്ന് പറഞ്ഞിരുന്നതാണല്ലേ? ചുറ്റിക ചോറ്റ് മാത്രം. അണ്ണാ അത് വണ്ടി പണിഞ്ഞേ കുറച്ച് വണ്ടിക്ക് കുറച്ച് ടെക്നിക്കൽ സൈഡ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അതായത് കുറച്ച് വയറിംഗ് സംഭവങ്ങളുണ്ട്. അത് എല്ലാം ശരിയാക്കുമ്പോഴത്തേക്ക് നാളെ ശരിയാവും. എന്തൊക്കെ ഇതാരാ? ഇതൊക്കെ ആരാണ്? അവന് അതൊരു വള്ളിയല്ലടാ ചന്ദ്ര, അതൊരു എന്റെ വണ്ടിയാണ്. വെച്ചുപിടി ആരുടെ വണ്ടിയാ? കോളാലെടുത്തറി. ഇതെന്റെ വണ്ടി അല്ല ഫ്രണ്ടിൽ പോയത്. അതാര വണ്ടി? അതേ പോണവൻ. ചെലപ്പോ അവന് PL കൊണ്ടായിരിക്കുമോ അവൻ നമ്മളെ കണ്ടോ അവൻ തെറിച്ച് പോവാടാ പാവടാ. അതെ അവൻ എന്തായാലും നമ്മുടെ പമ്പി. നമ്മളിപ്പോ മറ്റേ വെള്ളത്തിലില്ലേ? നമ്മളെ കണ്ട് വെള്ളത്തിലെത്തി നമ്മള്. ഹലോ ബ്രോ. ഹലോ ബ്രോയാ? ഏത് ബ്രോ? ബ്രോ കേക്കാവോ? ഹലോ നിങ്ങൾ എന്തിനകത്ത് ഇരിക്കുന്നേ? നമ്മള് വെള്ളത്തിലായി. ഞങ്ങള് വെള്ളത്തിലാണ്. വെള്ളത്തിലാ? ഓ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നെ വെള്ളത്തിലുണ്ട്. വെള്ളത്തിൽ കിടക്കുന്നോ? പിന്നെ 552 MS സിറ്റി ഇപ്പൊ പോവേ. ഇത് കത്തും കേട്ടാ. ഇത് കത്തും. എടാ ഞാൻ ശരിക്കും പറയാം നിങ്ങളുടെ അടുത്ത്. നമ്മളിപ്പോ ടോളിന്റെ അവിടെ എത്തി. ടോള് കഴിഞ്ഞതാ UK അടി കിടക്കുന്നു. അടിയിലാണ്. അപ്പൊ സിറ്റി ഇപ്പൊ ഒന്ന് റീസ്റ്റാർട്ട് ആവും ഗൈസ് ഉറപ്പായിട്ടും. പറഞ്ഞില്ലേ നമുക്കറിയാം. PL അടിച്ചു പോയി, സിറ്റി പോയി. ശരിയാ, നീ കേട്ടത് ശരിയാ. കാടിളക്കി വരുന്ന കൊമ്പനെ പണച്ചത് ശരിയാ. വിത്തുകൾ വിതച്ചത് നാളെ പാട്ടില്ല ശരിയാ. എക്സ്പീരിയൻസ് അറിയില്ലടാ. നമ്മുടെ 15 ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ലോഡായി. ഇവന്മാരുടെ അങ്ങനെ അല്ലല്ലോ. ഇവന്മാർക്ക് അങ്ങനെ കറക്റ്റ് ലോഡാവില്ല. ഒരു വെള്ളത്തിൽ എവിടെയോ ഇപ്പോഴാണ് എന്റെ ഫൈം ക്ലോസ് ആയത്. എന്തോ എന്തോ നിങ്ങളൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നേ? പൂച്ചക്കൊണ്ട് ഇറങ്ങി വാട്ടാ. നീ അഭിനയിക്കല്ലേ?
എന്റെ ഇപ്പഴാ വോളോഷെയിം നോക്ക്. വോളോഷെയിമില് പുതിയ ആൾക്കാർ വന്നോ? മൾട്ടിപ്പിൾ അണ്ണാ വേറൊരു പ്രശ്നമുണ്ട് അണ്ണാ. ഇന്നൊരു പയ്യനല്ലേ അണ്ണാ മുതുക്കി ഇരുന്ന് മുട്ടം കാണാം. അണ്ണനൊക്കെ തെറി പറയുന്നു മുതുക്കിന്ന്. എനിക്ക് കേക്കണ്ട, എനിക്ക് പ്രശ്നമില്ല. എതിരെ നിന്ന് ഒരാളുടെ മനസ്സറിയാൻ തീരാതെ പ്രശ്നമുള്ളൂ. എനിക്കതൊന്നും കേൾക്കാൻ കാണുക വേണ്ട. എനിക്കതൊന്നും കേൾക്കാൻ കാണുക വേണ്ട. 2025 കോൺട്രവേഴ്സി കഴിഞ്ഞു, ഇനി ഇല്ല. ഇനി എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഉള്ളതില്ല. അവൻ പറഞ്ഞു വിടാം, അവനൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, പാവം. അല്ല അവന്റെ ചേട്ടനാണ് അവിടെ ഇരുന്ന് തെറി പറഞ്ഞത്. ചേട്ടൻ പേടിച്ചിട്ട് അനിയനും എടുത്ത്. അനിയൻ കൊറേ സോറി പറഞ്ഞ് പെർമനന്റ് മേടിച്ചു. ഓ വരലും പോലും കഴിഞ്ഞ അവ ഇന്നാ സിറ്റി വന്നത്. ക്യാരക്ടർ നെയിം ക്രിസ്പി ഡയോസ്, സെർജിയോ ഡയോസ്, ഇലക്ട്രോ സാധാ നമ്മുടെ ഡയോസ് അല്ല കേസ്. ഞാൻ നോക്കട്ടെ. ഇവനെയാണോ ഇത്? എന്താ കാരണം? എന്താ ഫയലാണോ ഇത്? അല്ലല്ല മൾട്ടി അക്കൗണ്ട് യൂസേജ് ആടാ, മൾട്ടി അക്കൗണ്ട് യൂസേജ് ആടാ. മൾട്ടി അക്കൗണ്ട് ഫയലിന്റെ പേരാണെന്ന്. അല്ലല്ല ഇത് പുതിയ വോളോസിയം ഇതല്ല, ഇതിന് മണ്ടയ്ക്കത്തെ കാര്യം പറഞ്ഞു. വേറെ വോളോസിയം അല്ല, മണ്ടയ്ക്ക് നോവ പ്രൈമിനെ പിടിച്ചേക്കുന്നുണ്ടാ. ഇത് ഹാക്കല്ല, ഇത് മൾട്ടിപ്പിൾ അക്കൗണ്ട്. ഇതെന്താ നോവ പ്രൈം? ഇതാര്? ഇവ ഫയൽ ഇട്ട് കഴിഞ്ഞ് ഇവനെ വീസി കളിപ്പിച്ചപ്പോ മുങ്ങി വേറെ അക്കൗണ്ടിൽ വന്ന് പിന്നെയും കളിച്ച്, പിന്നെയും വിളിച്ചപ്പോ പിന്നെയും പിടിച്ചപ്പോ അടുത്ത അക്കൗണ്ട് വന്നു, അങ്ങനെ വീണ്ടും പിടിച്ച്. ബുദ്ധി ഇല്ലാത്ത ഇത് ചെയ്യണോ ഞാൻ പറഞ്ഞില്ലടാ, അതാ കൂട്ടത്തില. അല്ല, ഇതിന്റെ ഒക്കെ ഓളിത്തരം എല്ലാ പേരിന്റെ അറ്റത്തോണ്ട് ഡയോസും കയറ്റി ഉണ്ട്. ഇവനല്ലാതെ ചെയ്തേക്കുന്നേ, ഡയോസ് കയറ്റിയേക്കുന്നത് താഴത്തവനാടാ. അവന്റെ കാര്യമാണ് കിണ്ടി പറഞ്ഞത്. അവന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഏത്? നോവ പ്രൈം വേറെ, വേറെയാണ്. നോവ പ്രൈം ആണ് ഹാക്ക് ഇട്ടേന് പിടിച്ചത്. മറ്റേത് രണ്ട് ഹാക്കാണ്. രണ്ട് ഹാക്കാണോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം നമുക്ക്. ഇവനുണ്ട നോവ പ്രൈം, ട്രേസ്ലെസ്, പ്രിസം ഹാക്ക്, മൾട്ടിപ്പിൾ ക്ലിക്കേഴ്സ്, എൻവിഡിയ എക്സിക്യൂഷൻ ലോഗ്. ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ എന്താടാ ഇതൊക്കെ? അയ്യോ, ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാ. ഇതൊക്കെ എന്താളിയാ? അവൻ നമുക്കൂടെ പറഞ്ഞുതരാൻ പറ. ഇതെന്താ കല്ലുപ്പോ? Permanent ban and blacklist not appealable. Permanent PvP ban ചെയ്യും. Proof of crime, blood and the incident. നോക്കട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തില് പാട്ട് കേൾക്കുന്നു. അടികൊള്ളുന്നവന്റെ ദൈവത്തിന്റെ അടുത്ത് പോലും രക്ഷയില്ല. ദൈവം പോലും കൂടെ നിന്നില്ല ഫയലിന്റെ അടുത്ത്. പ്ലെയർ അല്ലേ? മറ്റേ ക്ലിപ്പ് കാണണം, മറ്റേത് കണ്ടാ സങ്കടം മിഷിപ്പിച്ചടിക്കണ ത്രീ ടാപ്പ്. എന്താ അടിയല്ലേ അടിച്ചത്? ഇവനൊക്കെ ഒരു വാറിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വാറിൽ ഇങ്ങനെ അടിച്ചവന്മാര് തൂക്കൂടാ പടപടേ. മനസ്സിലായ? ഇവന്മാര് വാറിൽ ഇങ്ങനെ അടിച്ച ഇവന്മാര് തൂക്കും. അവന്റെ ഹെയിം പോയി അവിടെ റിക്രൂട്ട് ചെയ്യുന്നു. അതിലും ചില സമയത്ത് ആള് മറ്റാ കാണ്ടോ ഉപ്പിടുക. നമുക്ക് ഹാക്ക് ഇടാത്ത ഹാക്കേഴ്സ് ഉണ്ടെന്ന് പറയണേ. റീസൈക്കിൾ ബിൻ മോഡിഫൈഡ് 4 മിനിറ്റ് ആക്കോ. ട്രേസർ.exe എക്സിക്യൂട്ടർ 15 മിനിറ്റ് ആക്കോ. കിടപ്പുണ്ട്. എന്നെല്ലാരും ഹാക്കർന്ന് വെച്ചോണ്ടിരുന്നേക്കളെ എന്റെ കളി കണ്ടിട്ട്. അതെ 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 അടികൊള്ളാത്ത ഹാക്കർ. അതെ 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 പറഞ്ഞത് ചന്ദ്രനെ അത് റിവീൽ സത്യം ഞാൻ അത് റിവീൽ ചെയ്യാം. ചന്ദ്രനെ ഹാക്ക് പിടിച്ച്, അതായത് സെർവറിന്റെ പേര് ഞാൻ പറയാനില്ല. അതായത് ഹാക്ക് ഇട്ടിട്ട് പോലും ഒരാളുടെ തലയിൽ കൊള്ളിക്കാൻ പറ്റാതായപ്പോ അവർക്ക് സസ് തോന്നി. PO കണ്ടിട്ട് അവർ സസ് തോന്നി ആൾക്കാർക്ക്, അവിടുത്തെ അഡ്മിൻസിന്. അങ്ങനെ വിളിച്ച് ഇവര് വെരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അത്രയും സ്കിൽലെസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇനി സെർവറിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞു ഇനി ഇതാക്കണില്ല. നീയാണ് ഇന്നലെ എന്നോട് തോറ്റ. ചന്ദ്ര കണ്ട മൂവ്മെന്റ് എടുത്ത പൊട്ടച്ചികളെ ഇവിടെ കളിക്കാൻ ഞങ്ങളൊക്കെ
മറ്റേ നിന്റെ ഊമ്പിയ TDS നമ്മളൊക്കെ വാറിലെ അടിക്കുള്ളൂ. ആ POV കാണണമെങ്കിൽ ഈഗിൾ ഗെയിമിംഗ് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങളൊക്കെ വാറിലെ അടിക്കുള്ളൂ. അല്ലാതെ TDM-ൽ 1v1 ഇട്ടിട്ട് മറ്റേ ഫേക്ക് മൂവ്മെന്റ് ഇട്ട് കില്ലുണ്ടാക്കുന്നതല്ല ഞങ്ങള് TDM-ൽ അടിക്കത്തില്ല. ഞങ്ങള് വാർ വരുമ്പോ കളിക്കും. മനസ്സിലായ? നമ്മൾ ഇമ്പാക്ട് പ്ലേയേഴ്സ് ആണ്. ഇന്നലെ നമ്മളില്ലായിരുന്നെങ്കിലേ തൊലഞ്ഞാനല്ലാണോ. സത്യം കളിയാ. നിന്നെ അവിടെ തല്ലാൻ കൊടുത്തപ്പോ നമുക്ക് മിനിമം 5 പിക്കാ കിട്ടിയത്. നിന്നെ അടിച്ച് 5 പേരെ നമ്മുടെ പിള്ളേരടിച്ച്. സോവയുടെ റിവീലായിരുന്നു. നീ നിന്റെ ലൈവ് നോക്കിയിരുന്നല്ലേ? നീ ഇന്നലെ സോവയുടെ റിവീലായിരുന്നു. നീ അവിടെ റിവീൽ ആയപ്പോഴത്തേക്കിന് 50 പേരാണ് അടിക്കാൻ ഇറങ്ങി. അവന്മാരാണ് നമ്മൾ അടിച്ചത്. SRKയുടെ വ്യൂ ആണ് സിനിമയിലെ മറ്റേ സിനിമാറ്റിക്സിലെ ഗൺ ഫ്ലാഷും മറ്റേ തോക്കുന്ന പുകയൊക്കെ വരുന്നത്. അതൊക്കെ അടിക്കുന്നത്. സിറ്റി വന്നോ? സിറ്റി വന്നു തോന്നുന്നു. ഹാക്ക് കൊടുത്തോ ഡിഫമേഷന് കേസ് കൊടുത്തു. സത്യം. ഒരു ഹാക്ക് എടുത്തിട്ട് അത് അബ്യൂസ് ചെയ്ത് വന്നില്ലേ ചന്ദ്രൻ. റിസൾട്ട് ഉള്ളതൊക്കെ പറഞ്ഞു റിവ്യൂ ഒക്കെ ഇട്ടു അവിടെ പോയിട്ട്. നിന്റെ ഹാക്ക് വെടിയൊന്നും കൊള്ളുന്നില്ലതൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് കടയുടെ ഒരു ചെറിയൊരു കാര്യം, കുറച്ച് പ്രശ്നമാണ്. എന്നാലും എനിക്കത് കണ്ണചേട്ടനെ കാണിക്കണമെന്ന് തോന്നി. ഇല്ലില്ല, ചന്ദ്രൻ സെറ്റപ്പ് ചെയ്തതാണ് ഫുള്ള്. ചന്ദ്രൻ എല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ട് ചന്ദ്രനായിട്ട് എല്ലാം കൊണ്ടുവന്നതാണ്. നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ നിങ്ങളെ ആരെയും. കോച്ച് വണ്ടിയാ കോച്ച് കോച്ച് ഓർമ്മിക്കില്ലേ തൊട്ടപ്പുറത്ത് നോക്കിയെന്താ പിന്നെന്താ കമിങ്സ് ഫ്രീ ബുക്കിടന്ന് 4 ഉണ്ട്. 4 പറഞ്ഞിട്ടുണ്ടേ. അത് സിറ്റി വന്ന് ഒന്ന് ഡീൽ ചെയ്യണം. ജോക്കിയുടെ ഇതിന് കൊടുത്തിട്ടില്ല. ആളിടക്കൊക്കെ വരും. ഓക്കെ ഏട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ എന്തൊക്കെയാണോ